ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീനാക്ഷി ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. രാമൻ പോലും കുറ്റപ്പെടുത്തുന്നു. അവർക്ക് മുന്നിൽ മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദിനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്രയും ക്രൂരത ചെയ്യാൻ ഇവൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത് എന്ന് ജഗദീശും ചോദിക്കുന്നുണ്ട്. നീ എന്തൊരു മഹാപാപിയാണ്. കൈമളം പറയുന്നു, മുത്തശ്ശന്റെ സങ്കല്പങ്ങളൊക്കെ തകർത്ത് കളഞ്ഞല്ലോ മീനാക്ഷി കൊച്ചെ. നീ നമ്മുടെ തറവാടിന്റെ അന്തസ്സ് നീ തകർത്ത് കളഞ്ഞില്ലേ. നിന്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും തകർത്ത തറവാടാണ് ചെമ്പകം മംഗലം. 18 കൊല്ലം കൊണ്ട് ആ അപമാനം ഞങ്ങൾ അഭിമാനമാക്കി മാറ്റിയിരുന്നു. നീ എന്താ പ്രതികാരം തീർക്കുന്നത് പോലെ വന്ന് ഈ തറവാട് പിന്നെയും തകർത്ത് കളഞ്ഞല്ലോ. എൻ്റെ ദൈവമേ, ശത്രുക്കൾ നിന്ന് ചിരിക്കുന്നു. ഈ അപമാനത്തിൽ നിന്നും ഞങ്ങൾ എങ്ങനെ കരകയറും? വീണ്ടും സാവിത്രി പറയുന്നു, ഈ അശ്രീകരത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മീനാക്ഷി വീണ്ടും പറയുന്നു, നിങ്ങൾ കേട്ടതും അറിഞ്ഞതും ഒക്കെ ശരിയാണ്, തെറ്റുമാണ്. നിങ്ങൾക്ക് എന്ത് ശിക്ഷയും വിധിക്കാം, അതൊക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. വൈശാഖ് എന്നെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാകും. പക്ഷേ ഈ അവസരത്തിൽ അത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കില്ല. ഒരാളെ വൈശാഖ് പ്രേമിക്കുന്നു. അവരോട് ഒളിച്ചോടാൻ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്നോടൊന്ന് പറഞ്ഞിരുന്നു. അത് മൈഥിലി ചേച്ചിയാണെന്ന് എൻ്റെ അമ്മയാണ്, എൻ്റെ ദൈവങ്ങളാണ് സത്യം. ഞാൻ അറിഞ്ഞിരുന്നില്ല. മനസ്സുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഞാൻ എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലിക്കൊല്ലാമെന്നും കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു. പക്ഷേ ഞാൻ തെറ്റുകാരിയല്ല. എൻ്റെ ദൈവമേ, നിരപരാധിയായ എന്നെ ഇങ്ങനെ കരയിപ്പിക്കാൻ നീയും ഇത്ര ക്രൂരയാണോ? എന്നാൽ ഇതൊന്നും കാർത്തിക് വിശ്വസിക്കുന്നില്ല. കാർത്തിക് മനസ്സിൽ വിചാരിക്കുന്നു, ഇതിവളുടെ കള്ളക്കരച്ചിലാണ്, വീണ്ടും ഡ്രാമ. ഇവളെ അങ്ങനെ വിട്ടൂടാ. ജഗദീഷ് പറയുന്നു, പ്രസവിച്ച കുഞ്ഞിനെ അതേ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് അവധി കൂടെ പോയില്ലേ അവളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ? ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു, ഈ ജില്ലയിലെ ഒരു സുപ്പീരിയർ ഓഫീസറായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവൻ, ഈ കാർത്തിക്. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഇവൻ പരാജയപ്പെട്ടില്ലേ? കഴിവില്ലാതെ ഒരു നാണം കെട്ടവൻ എന്നല്ലേ നാട്ടുകാർ പറയൂ? ഭാര്യയെ കണ്ട പുരുഷന്റെ കൂടെ ഒളിച്ചോടി എന്ന വാർത്ത കാട്ടുതീ പോലെ ഈ നാട്ടിലങ്ങ് പടരും. ഇവൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നു, മതി പരിഹസിച്ചത്. എന്താ ഇന്ദ്രജ പറഞ്ഞത് ശരിയല്ലേ? എൻ്റെ മോന്റെ ജീവിതം നശിപ്പിച്ചത് ഈ മഹാപാപിയാണ്. എന്താടി നിനക്ക് തോന്നുന്നുണ്ടോ? നീ കെട്ടിയ ചരടിൽ ചലിക്കുന്ന പാവയല്ല ഈ മീനാക്ഷി. അതോ നീ കൂടെ ചേർന്നാണോ നിന്റെ വളർത്തു മകനോട് ഈ ചതി ചെയ്തത് എന്ന് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട്. അത് ചെയ്യാനും ഇവള് മടിക്കില്ല. എനിക്ക് സംശയമുണ്ട് ഇതിന് പിന്നിൽ ഇവളും ഉണ്ടോ എന്ന് സാവിത്രി ദേഷ്യത്തോടെ നന്ദിനിയോട് ചോദിക്കുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നിരാശയോടെ വിഷമത്തോടെയും രാജലക്ഷ്മി കൈമളിനോട് ചോദിക്കുന്നു, എന്ത് ചെയ്യും കൈമളേട്ട എന്ന്. എന്ത് ചെയ്യാനാ, അപമാനം, പലയിടത്തും നാണക്കേട്. ഇന്ദ്രജ വീണ്ടും പറയുന്നു, വിഷമിക്കുന്നുണ്ടോ? വിഷമിക്കണം. ഇവളെ ഇങ്ങ് തന്നേക്കാൻ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവരുടെ വാക്കായിരുന്നു നിങ്ങൾക്ക് പ്രധാനം. സഹതാപ തരംഗത്താൽ ഇവളെ രാജലക്ഷ്മി അമ്മ ദത്തെടുക്കുന്നു. നന്ദിനി എന്നോടുള്ള പക വീട്ടാൻ മീനാക്ഷിയെ ദത്തെടുക്കുന്നു. ദത്ത് കുടുംബം. എന്നിട്ടിപ്പോ എന്തായി, തകർത്തില്ലേ ദത്തുപുത്രകൾ ഈ ചെമ്പകമംഗലം? ഈ ചെക്കൻ്റെ ജീവിതമാകെ തകർന്നു പോയില്ലേ? ഇനി എത്ര തേച്ചാലും കുളിച്ചാലും മാറുമോ ഇവന്റെ മേൽ വന്നു പറിച്ച ഈ അപമാനം? ഇവനിനി എന്ത് ചെയ്യും? എങ്ങനെ ഈ കുട്ടിയെ വളർത്തും? അമ്മയില്ലാത്തൊരു കുഞ്ഞായി ഇവൻ വളരേണ്ടി വരല്ലേ എന്നൊക്കെ ഇന്ദ്രജി പറയുന്നു. വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ് സാവിത്രി, ഇതിനൊക്കെ കാരണക്കാരിയായ ഒരുത്തി ഇവിടെ നിൽക്കുകയാണ്. ഇവൾക്ക് മാപ്പ് കൊടുത്ത് വിട്ടയക്കാൻ ഈ സാവിത്രി അനുവദിക്കില്ല. നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവളെ കൈകാര്യം ചെയ്യും. ഇവരുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതായിരിക്കാം ഇവൾ മൈഥിലിയെ ഓതി ആ വൈശാഖിനൊപ്പം പറഞ്ഞയച്ചത്. ഇവന്റെ ഉറക്കത്തിൽ പോലും ഇവനെ വഞ്ചിച്ചവളാണ് മൈഥിലി. ആ മൈഥിലിക്ക് അതിനുള്ള ധൈര്യം പകർന്നത് ഇവളാണ്. ഇവൾ ഒറ്റ ഒരുത്തി. അച്ഛനും അമ്മയും എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എടുക്ക ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നൊക്കെ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേട്ടിട്ട് കാർത്തിക് പറയുന്നുണ്ട്, ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് മറ്റാരുമല്ല, ഈ ഞാനാണ്. ഞാൻ. എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നു ആ തീരുമാനം എന്തെന്നറിയാൻ. ആ സമയത്താണ് ഒരു കാറിൽ അവിടേക്ക് വന്നിറങ്ങുന്നു ജയറാമൻ. മകളുടെ കല്യാണം കാണാനാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്നാൽ കാണുന്നത് എല്ലാവരും മകളെ കുറ്റവാളിയായി നിർത്തിയിരിക്കുന്നത്. ദൈവമേ, മുഹൂർത്തം കഴിഞ്ഞോ? കല്യാണത്തിന് മുന്നേ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ മോളെ അനുഗ്രഹിച്ച് മണ്ഡപത്തിലേക്ക് അയക്കാലോ എന്ന് വിചാരിച്ചാണ് ജയറാമൻ സന്തോഷത്തോടെ വരുന്നത്. ഇതേ സമയം കാർത്തി ആ തീരുമാനമെടുക്കുന്നു. കാരണം ഇവൾ തകർത്തത് എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞ് അതിന് ഇവളോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാർത്തി പറയുന്നു. ഇടയ്ക്ക് നന്ദിനി മോനെ എന്ന് വിളിക്കുമ്പോൾ മിണ്ടരുത് എന്ന് കാർത്തി പറയുന്നു. എല്ലാത്തിനുമുള്ള പരിഹാരം എനിക്കറിയാം. ഇവളെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ മീനാക്ഷിയുടെ കൈപിടിക്കുകയാണ് കാർത്തി. വളരെ ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയും കൂട്ടി മണ്ഡപത്തിലേക്ക് കയറി. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു.
ജയറാമനും ഇത് കാണുന്നുണ്ട്. എന്താ നടക്കുന്നത് എന്നറിയാതെയാണ് ജയറാമൻ അവിടെ നിൽക്കുന്നത്. കാർത്തി എന്ന് സാവിത്രി വിളിക്കുന്നുണ്ടെങ്കിലും കാർത്തിക് ഇതൊന്നും കേൾക്കുന്നില്ല. വളരെ ദേഷ്യത്തോടെ മീനാക്ഷിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കാർത്തി വേണ്ട മോനെ എന്ന് പറഞ്ഞ നന്ദിനിയും ജഗദീഷും രാമനും ഒക്കെ മണ്ഡപത്തിലേക്ക് ഓടിക്കയറുന്നുണ്ട്. ഇവൻ പരസ്യമായി കൊല്ലാൻ പോവുകയാണോ എന്ന് മാലതി പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു, നീ മിണ്ടരുത്, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ചെല്ലട്ടെ, നിന്റെ തന്തയും തള്ളയും പോയോ? ഇവിടെ എങ്ങനെ കറങ്ങി നിൽപ്പുണ്ടെങ്കിൽ വേഗം പറഞ്ഞു വിട്ടേക്ക് രണ്ടിനെയും. ഇനി എന്റെ മുന്നിലെങ്ങാനും വന്നാൽ അടിച്ച ചെവിക്കൽ ഞാൻ തിരിച്ചു കളയുമെന്നും ജഗദീഷ് പറയുന്നു. എന്നാൽ കാർത്തി ചെയ്യാൻ പോകുന്നത് മറ്റൊന്നാണ്. ആ താലിയെടുത്ത് കയ്യിലേക്ക് പിടിച്ച് മീനാക്ഷിയുടെ നേർക്ക് പിടിക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ തന്നെ, ഒരു പകവീട്ടിൽ പോലെ തന്നെയാണ് ഇത്. മോനെ അരുത് എന്ന് സാവിത്രി പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല. ഒന്നും മിണ്ടാതെയാണ് മീനാക്ഷി കാർത്തികിന് മുന്നിൽ നിൽക്കുന്നത്. കാർത്തി, നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് രാജലക്ഷ്മിയും പറയുന്നുണ്ട്. കാർത്തി പറയുന്നു, ആരും എന്നെ തടയാൻ ശ്രമിക്കരുത്, എന്റെ തീരുമാനം ഇത് തന്നെയാണ്. ഇവരുടെ കഴുത്തിൽ ഈ താലി ഞാൻ കെട്ടും. എല്ലാവരും ഒരു അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഞാനിതിനെ ഒരു താലിമാലയിട്ടല്ല കരുതുന്നത്, ഇതൊരു ചങ്ങലയാണ്. ഇവളെ ഞാൻ തളയ്ക്കുന്ന ചങ്ങല. ഇവൾ ഇന്നു മുതൽ എന്റെ ചങ്ങലയിൽ കിടക്കുന്ന വീട്ടു മൃഗമാണെന്നും കാർത്തി പറയുന്നു. മോനെ അരുത് എന്നൊക്കെ നന്ദിനി പറയുമ്പോഴും ആരും എന്നെ തടയാൻ ശ്രമിക്കരുത്, ഞാൻ അനുസരിക്കില്ല എന്നും കാർത്തി പറയുന്നു. എന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവിതം നശിപ്പിച്ചവളാണ് ഇവൾ, എന്റെ കുടുംബം തകർത്ത മഹാപാപി. അതിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ മതിയാകൂ. ഇനി അങ്ങോട്ടുള്ള ഇവളുടെ ജീവിതം ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണെന്നും പറയുന്നു. ജീവപര്യന്തം തടവ്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇവൾ ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഞാൻ ഇവൾക്ക് കൊടുക്കില്ല. എന്റെ നീതിയും നിയമവും ഞാൻ ഒറ്റയ്ക്ക് നിർവഹിക്കും. എന്റെ അന്തസ്സും അഭിമാനവും തകർത്ത് എന്റെ മുഖത്ത് കരിവാരി തേച്ചവളാണിവൾ. ഞാൻ ഒരിക്കൽ തടവറയിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചേ മതിയാകും. അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കഴുത്തിൽ കാർത്തി താലി കെട്ടാനൊരുങ്ങിയപ്പോൾ മീനാക്ഷി തന്നെ തടയുന്നുണ്ടെങ്കിലും കാർത്തി അത് നിർബന്ധപൂർവ്വം മീനാക്ഷിയുടെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങുന്നു. മീനാക്ഷി അതിനെ തള്ളി മാറ്റുന്നുണ്ടെങ്കിലും പിന്നെയും കാർത്തി പറയുന്നു, ആരുടെ വാക്കും ഞാൻ കേൾക്കില്ല. മുഹൂർത്തം കഴിഞ്ഞു പോയി എന്ന് തിരുമേനി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും കാർത്തി പറയുന്നു, ഞാൻ ഇവളെ താലി കെട്ടുന്നത് എൻ്റെ ഭാര്യയാക്കാനല്ല, എൻ്റെ അടിമയാക്കാനാണ്. മാത്രമല്ല ഇവളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ നഷ്ടപ്പെടുത്തിയത്. പകരം ഇവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകട്ടെ എന്ന് പറഞ്ഞ് കാർത്തി വീണ്ടും മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിക്കുന്നു. അത് തടയാൻ വീണ്ടും മീനാക്ഷി ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർത്തി മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞു. ഞെട്ടലോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. ബാക്കിയുള്ള എല്ലാവരും ടെൻഷനോടെയും ഞെട്ടലോടെയും തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മീനാക്ഷി കാർത്തികിന്റെ ഭാര്യയായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നടക്കേണ്ടിയിരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനാക്ഷി നിൽക്കുന്നു. മീനാക്ഷിയുടെ കൈ പിടിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, ഇറങ്ങി വാടി ഇങ്ങോട്ട്, ഇങ്ങതാ എൻ്റെ കുഞ്ഞിനെ എന്ന് കാർത്തി ദേഷ്യത്തോടെ നന്ദിനിയോട് പറയുന്നു. മോനെ എന്ന് നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും തരാൻ എന്ന് ദേഷ്യത്തോടെ വീണ്ടും കാർത്തി പറയുന്നുണ്ട്. അങ്ങനെ നന്ദിനി കാർത്തികിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. എന്നിട്ട് കാർത്തി ആ കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പിടിക്കടി കുഞ്ഞിനെ പിടിക്കാനെന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിക്കുകയാണ് മീനാക്ഷി. ഇന്നു മുതൽ ഈ കുഞ്ഞിന്റെ അമ്മ നീ ആയിരിക്കും, നീ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.